ചേട്ടൻ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോന്നോ? എടാ, എന്തിനും ഏതിനും ഇപ്പം കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എല്ലാ ജോലികളും കമ്പ്യൂട്ടർ ഉപയോഗിച്ചല്ലേ ചെയ്യുന്നത്. അതിന് ചേട്ടൻ എന്ത് ജോലിയാണ് ഇവിടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നത്? അത് പിന്നെ ഞാൻ എന്നും വ്യായാമം ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചല്ലേ. അതെങ്ങനെയാ ചേട്ടാ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വ്യായാമം ചെയ്യുന്നത്? ഞാൻ എന്നും കാലത്ത് എഴുന്നേറ്റ് വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് മുന്നിലിരിക്കും. എന്നിട്ട് എഴുന്നേറ്റ് അടുക്കള വഴി വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഓടും. എന്നിട്ടോ? വീട് ചുറ്റി മുൻവശത്തെ വാതിൽ വഴി വന്ന് ഞാൻ അകത്തേക്ക് കയറും. എന്നിട്ടല്ലേ ചേട്ടൻ ചെയ്യും? വീണ്ടും കമ്പ്യൂട്ടറിന്റെ മുന്നിൽ വന്നിരിക്കും. എന്നിട്ട് ചേട്ടൻ പിന്നെന്താ ചെയ്യുന്നത്? എന്നിട്ടെന്താ, ഇതുപോലെ 10 പ്രാവശ്യം ആവർത്തിച്ചിട്ട് കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് അവിടെ ഇരിക്കും. ചേട്ടന് നല്ല ബുദ്ധിയാ. കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ പിന്നെ ചേട്ടൻ എവിടെ നിന്ന് ഓടാൻ തുടങ്ങും? മുതലാളി, ഇതെന്താ TV കണ്ടുകൊണ്ടിരിക്കുവാണോ? ദൈവമേ, താൻ ഇവിടെയും വന്നോ? മുതലാളി, എന്നെ അങ്ങനെ വിളിക്കേണ്ടിയിരുന്നില്ല. എന്ത് ദൈവമേന്ന്? എടോ, അത് TV അല്ല, ഇതാണ് കമ്പ്യൂട്ടർ. എന്ന് വെച്ചാൽ കഴിക്കാനുള്ളതാണോ? എന്തു പറഞ്ഞാലും തിന്നാന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ തനിക്ക്. എടോ, നമുക്കാവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലൂടെ ഈ ബട്ടണിലൊന്ന് ഞെക്കിയാൽ ഇൻപുട്ടായി അത് കമ്പ്യൂട്ടറിന് ലഭിക്കും. അത് ഔട്ട്പുട്ടായി നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് പ്രിൻ്റർ. ഇതിലൂടെ നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കും. മുതലാളി, ഇത് എവിടുന്ന് വാങ്ങിച്ചതാ? എന്തിനാ? ഒരെണ്ണം എനിക്കും വാങ്ങി വീട്ടിൽ വെക്കാനാ. താൻ ഇത് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? എടോ, ഇതിനൊക്കെ ഒരുപാട് കാശ് വേണം. എന്തോരം വേണ്ടി വരും? എത്ര കാശുണ്ട് തൻ്റെ കയ്യിൽ? അതിപ്പോ ഇത് വിൽക്കാനുള്ളതാണോ? അല്ല. മനുഷ്യ, പുറത്തൊരു പട്ടുപടുത്തക്കാരൻ നിങ്ങളെ അന്വേഷിച്ചു നിൽക്കുന്നു. എടോ, താൻ പോകുന്നില്ലേ? പോയി നോക്കാം. എന്താടേ ഒരു ശബ്ദം കേട്ടത്? അയ്യോ എന്റെ പൊന്നു ചേട്ടാ, അവൻ കമ്പ്യൂട്ടർ കീബോർഡും പ്രിന്ററും അടിച്ചോണ്ട് പോയി. ഇതെന്തെന്നാടാ താൻ ഇത് രണ്ടും കൊണ്ട് ഇവിടെ വന്നിരുന്ന് കാണിക്കുന്നത്? അത് പിന്നെ എത്ര ചെക്കിയിട്ടും പിട്ട് വന്ന് കാടുന്നില്ല.